Good morning. Morning, sir. Okay. പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഫസ്റ്റ് അവറിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? നിങ്ങളെ വീട്ടിലെ എല്ലാവരും വീട്ടിൽ തന്നെ അല്ലേ? അവരവരുടെ വീട്ടിലല്ലേ എല്ലാവരും? അതെ സാർ. അവിടെ തന്നെ കഴിയുക. ഇതും പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. പ്രശ്നങ്ങൾ ചോദിച്ച് മേടിക്കരുത്. നമുക്ക് ഓൺലൈനായിട്ട് കണ്ടുമുട്ടാം. ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഫോൺ വഴി ബന്ധപ്പെടുക. മാക്സിമം യാത്രകൾ ഒഴിവാക്കുക. നിങ്ങൾ ഈ പ്രസന്റ് ഇവിടെ അടിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഇവിടെ എന്തുണ്ട് നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് അറ്റൻഡൻസിന്റെ കാര്യം ചോദിച്ചായിരുന്നു. അറ്റൻഡൻസ് അങ്ങനെ നിങ്ങൾ ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് ഒരു പാൻഡമിക് പീരീഡ് ആണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾ എന്തായാലും നിങ്ങൾ ക്ലാസ് കയറുന്ന അറ്റൻഡൻസിന് ക്ലാസ് ലോഗിൻ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന എല്ലാവരുടെയും ലോഗിനും ലോഗ് ഔട്ടും നിങ്ങൾ എത്ര ഇതിൻ്റെ അകത്ത് ലോഗിൻ ആവുന്നു, എത്ര സമയം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നു, എപ്പോൾ നിങ്ങൾ വെളിയിൽ പോകുന്നു, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊരു എക്സൽ ഷീറ്റ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ടിരിക്കുക അവൈലബിൾ ആണ്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഒരു വർക്ക് കൂടി ഞാൻ തന്നിട്ടുണ്ട്. വർക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഓരോ ക്ലാസ്സിന്റെയും ക്ലാസ് നോട്ട് ക്ലാസ് കഴിയുമ്പോൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളത്. അപ്പൊ അത് രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ അറ്റൻഡൻസിന്റെ ഇതെന്ന് പറയാം. അല്ലാതെ വേറെ മൂഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി റിലയബിൾ ആയിട്ട് തോന്നുന്നില്ല ഇപ്പോൾ. കാരണം പലപ്പോഴും മൂഡിൽ വർക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ കൂടുതലാണ്. നിങ്ങൾ ക്ലാസ് ലോഗിൻ ചെയ്യുക. അതായത് ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ എത്ര സമയം ഇതിന്റെ ഡ്യൂറേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ റെക്കോർഡായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ചിലര് ലോഗിൻ ചെയ്ത് അപ്പോഴേ പോകുന്നുണ്ട്, ചിലര് ലോഗിൻ ചെയ്ത് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ലോഗ് ഔട്ട് ആവുന്നുണ്ട്, ചിലര് ലാസ്റ്റ് മൊമെന്റ് കയറി വന്ന് ലോഗിൻ ചെയ്ത്. ഇതൊക്കെ എല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് അറ്റൻഡൻസ് മോണിറ്ററിംഗ് ആപ്പ് ഇതിന്റെ കൂടെ ഉണ്ട് ഗൂഗിൾ മീറ്റിൽ. അപ്പൊ നിങ്ങൾ അതിന്റെ അകത്ത് മാക്സിമം നിങ്ങളുടെ അല്ലാതെയുള്ള നിങ്ങൾ ഇടയ്ക്ക് ഇതിന്റെ അകത്ത് ലോഗ് ഔട്ട് ആവുന്നുണ്ട്, അതൊക്കെ കുഴപ്പമില്ല. കാരണം ബിക്കോസ് ഇന്റർനെറ്റിന്റെ പ്രശ്നവും പവറിന്റെ പ്രശ്നമൊക്കെ വന്ന് ഇടയ്ക്ക് ലോഗിൻ ആവുന്നു, ബ്രേക്ക് ആവുന്നതൊന്നും പ്രശ്നമല്ല. ബട്ട് ഇതിന്റെ അകത്ത് മെജോറിറ്റി ഡ്യൂറേഷൻ ഇതിന്റെ അകത്ത് കാണണം, അത്രേ ഉള്ളൂ. നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തത് ഇപ്പോൾ അരമണിക്കൂർ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കിട്ടുള്ളൂ നമുക്ക്. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്ത് നോക്കി 40-30 മിനിറ്റ് 35 മിനിറ്റേ ഉള്ളൂ എഫക്റ്റീവായിട്ട് ക്ലാസ്. ഞാൻ എന്തെങ്കിലും സബ്ജക്ട് സംസാരിച്ചിരിക്കുന്നത് 30 മിനിറ്റ് ഒക്കെ കാണുള്ളൂ. നമുക്ക് ആകെ അവൈലബിൾ 50 മിനിറ്റ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾ വരാൻ തന്നെ 70 പേരേ ആയുള്ളൂ. അപ്പൊ ഒരു 10 മിനിറ്റോളം അങ്ങനെ പോകും. പിന്നെ മാക്സിമം ഒരു 70-80 ആയി കഴിഞ്ഞാൽ ക്ലാസ് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ എനിക്ക് കൊണ്ട് അത്രയൊക്കെ സ്റ്റുഡൻസ് അതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. ലോഗ് ഔട്ട് ആകുമ്പോഴും ചിലരിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ നിങ്ങളുടെ കുഴപ്പമാവില്ല. ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ട് ഇഷ്യൂസ് ആണ്. അതിനാണ് ക്ലാസിന്റെ വീഡിയോ ഞാനെന്നല്ല, എനിക്കൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എല്ലാ ക്ലാസിന്റെയും ക്ലാസ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് അഥവാ ക്ലാസ് മിസ്സായി ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്, ചിലപ്പോൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇതിൻ്റെ അകത്ത് കാണും. അപ്പൊ അത് യൂസ് ചെയ്യുക. പിന്നെ ക്ലാസ് നോട്ട് PPT ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ടൈമിൽ ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളോട് എഴുതാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പറയുന്ന കാര്യം അന്നേരം തന്നെ ചെയ്യാം. പിന്നത്തേക്ക് ഒരു വർക്കായിട്ട് വെക്കരുത്. അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ആ ഫോട്ടോ
ഇട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. അതായത് ഈ 9:30 തൊട്ട് 10:20 വരെ ഉള്ള സമയത്ത് നിങ്ങൾ എഴുതിയെടുക്കുന്ന മാറ്റർ അന്നേരം തന്നെ. അപ്പൊ അത് എക്സ്ട്രാ ഒരു വർക്കൊന്നും അല്ല, നിങ്ങൾ നോർമലി ക്ലാസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എക്സ്ട്രാ ഒരു വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് അറ്റൻഡൻസിന്റെ പാർട്ടായിട്ട് കരുതുക. അറ്റൻഡൻസിന്റെ പാർട്ടാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ക്ലാസ് എന്തായാലും കാണും. ആ കോൺടാക്ട് ക്ലാസ്സിന് വരുമ്പോൾ യു ഹാവ് ടു സബ്മിറ്റ് ദ ക്ലാസ് നോട്ട്സ്. അപ്പൊ ക്ലാസ് നോട്ട് അവിടെ ഇവിടെ പേപ്പറിൽ എഴുതി വെക്കാതെ ഒരു നോട്ട്ബുക്കിൽ തന്നെ നിങ്ങൾ നോർമലി നിങ്ങൾ ചെയ്യുന്ന പോലെ നോട്ട്ബുക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക. പിന്നെ ആ നോട്ട്ബുക്കിന്റെ ഒരു സൈഡിൽ ക്ലാസ് നോട്ട് എഴുതുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ബുക്ക് മേടിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. വലിയൊരു ബുക്കാണ്, അധികം പേജസ് ഉള്ള ബുക്കാണെന്നുണ്ടെങ്കിൽ 2 സൈഡായിട്ട് എഴുതിയാലും മതി. അതിന്റെ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പ്രോബ്ലം ഇപ്പൊ ഞാൻ തിയറി പാർട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരു ആഴ്ചയിൽ 4 അവറിൽ 3 ട്യൂട്ടോറിയലും 3 ലെക്ചർ അവേഴ്സും 1 ട്യൂട്ടോറിയൽ അവറും ഉള്ളത്. ആ ട്യൂട്ടോറിയൽ സമയത്ത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കും. അപ്പൊ ഈ ആഴ്ച എന്തായാലും ട്യൂട്ടോറിയൽ ഞാൻ എടുക്കുന്നില്ല, കാരണം നമുക്ക് കുറച്ച് തിയറി അങ്ങ് പോട്ടെ. മാത്രമല്ല എനിക്ക് ആ ഒരു ടാബ് ഞാൻ ഇതുമായിട്ട് മേടിക്കാനായിട്ട് ഒരു പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ടാബ് കിട്ടുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ ഞാൻ ബോഡി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിന്റെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൂടി കിട്ടിയിട്ട് പ്രോബ്ലംസ് ചെയ്യുന്ന മിക്കവാറും ഞാൻ ആ ഒരു ഡിലേ എടുക്കുന്നതുകൊണ്ടാണ്. എനിക്ക് മേ ബി നെക്സ്റ്റ് വീക്ക് ഐ വിൽ ബി ഗെറ്റിംഗ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതാണ് അറ്റൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലാസ് തുടങ്ങാം. ഷിൻഡോ ഉണ്ടോ? ആ ഷിൻഡോ അപ്പൊ പറഞ്ഞു ഇത്രേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ശരിയായി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പറയുന്ന വർക്കുകൾ സമയത്തിന് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ there will not be any trouble for anybody. എന്റെ പോളിസി അത്രേ ഉള്ളൂ. പിന്നെ 3 പേര് ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. അതിൽ എനിക്കൊണ്ട് 2 പേര് ഷിൻഡോ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അതിനാണ് ഞാൻ അഡ്വൈസറെ കോൺടാക്ട് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എയിലെ 2 പേരുണ്ടല്ലോ, എയിലെ ഒരു അഖിൽ ബി പണിക്കരും പിന്നെ അവര് നിർത്തിയതാ സാർ. അവര് നിർത്തിയതാ. അഭിഷേക് പത്മൻ അവരുടെ നിർത്തിയതോ? അവർ രണ്ടുപേരും നിർത്തിയതാ സാർ. 107 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓക്കെ. അതെനിക്കറിയില്ല. ഈ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ നോക്കുമ്പോൾ ഇവരുടെ 3 പേരുടെയും പേരുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 പേരുടെയും പേരുണ്ടായിരുന്നു അതിനകത്ത്. അതാ ഞാൻ അത് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയതെന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ ഒരു പാർട്ട്, അതായത് നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റ്സ്, വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേറ്റ്സിൽ ജെറ്റ് എൻബിൻ ചെയ്യുമ്പോൾ എക്സെപ്റ്റഡ് ആവുന്ന ഫോഴ്സ്. വി ഹാവ് അതിൽ തന്നെ 2 കേസസ് ഞാൻ പറഞ്ഞു. ഒന്ന് വെർട്ടിക്കൽ പ്ലേ വെൻ ഇറ്റ് ഈസ് സ്റ്റേഷനറി, ആൻഡ് സെക്കൻഡ് കേസിൽ ഇത് മൂവിംഗ് എന്നുള്ള കേസിൽ. ഈ 2 കേസിന്റെ അതിന്റെ കേസിൽ ഫോഴ്സ് എക്സെർട്ടഡ് എന്താന്നുള്ളത് നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. ദെൻ ഇൻ ദ കേസ് ഓഫ് മൂവിംഗ് പ്ലേറ്റ്, അത് ഈ ഫോഴ്സ് റിസൾട്ട് വർക്ക് ഡൺ അല്ലെങ്കിൽ പവർ, എത്രമാത്രം പവർ ആണ് ഈ ജെറ്റ് ഫ്ലാറ്റ് പ്ലേറ്റിൽ ഇമ്പാർട്ട് ചെയ്യുന്നുള്ളത്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്തു. അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു. Also we have defined the efficiency of the jet. Efficiency of the jet എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൈനറ്റിക് എനർജി ആണ് ഇതിന് അവൈലബിൾ, ടോട്ടൽ മാക്സിമം അതിന്റെ അവൈലബിൾ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഉള്ള ജെറ്റ് ആണ് ഈ പ്ലേറ്റിൽ വന്നടിക്കുന്നത്. അപ്പൊ അതിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എത്ര പാർട്ട് ഇതിന് പവർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റി, ആ കമ്പാരിസനാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട്, that is the power transmitted by the jet divided by എന്താണ് കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ജെറ്റ്. അപ്പൊ അത് ആ ഇക്വേഷൻ ആണ് ഇന്നലെ പറഞ്ഞ് ഞാൻ നടത്തിയത്. സോ ടുഡേ വി വിൽ സീ അനദർ 2 കേസസ്. അതിൽ ഒന്ന് ഇൻക്ലൈൻഡ് ആക്ച്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൈൻഡിന്റെ ഡെറിവേഷൻ. സപ്പോസ് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ എ വെർട്ടിക്കൽ പ്ലേറ്റ്, ഇൻക്ലൈൻഡിന്റെ ഡെറിവേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ പ്ലേറ്റിന്റെ
ഡെറിവേഷൻ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? തീറ്റ സെർട്ടൻ ആംഗിൾ ആയിരിക്കും. ആ തീറ്റ ഈക്വൽ ടു 90 വരുമ്പോഴാണ് വെർട്ടിക്കൽ പ്ലേറ്റ് വരുന്നത്. വെർട്ടിക്കൽ എന്ന് പറയുന്നത്. സോ ദാറ്റ് വി വിൽ സീ when we derive the when we see the derivation of that equation. അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് പ്ലേറ്റ്സ് കൂടാതെ കേർവ്ഡ് പ്ലേറ്റ്സ് കൂടി നമ്മൾ അതിന്റെ ഒരു കേസ്, അതിന്റെ ഒരു പാർട്ട് എന്ന് വെച്ചാൽ സ്റ്റേഷനറി പാർട്ട്, മൂവിംഗ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല. ഈ രണ്ട് കേസസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Okay. So now let us consider a stationary inclined flat plate. അപ്പോൾ നിങ്ങൾക്ക് ആ ഫിഗർ വന്നോ? സെക്കൻഡ് സ്ലൈഡ് വന്നോ? ഫിഗർ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. എന്നുവെച്ചാൽ ഒരു സ്റ്റേഷനറി പ്ലേറ്റ് ആണ്, ഇൻക്ലൈൻഡ് ആണ്. നേരത്തെ വെർട്ടിക്കൽ ആയിട്ട് ഞാൻ വെച്ചത് ഇപ്പോൾ ഇൻക്ലൈൻഡ് പൊസിഷനിൽ തീറ്റ ആണ് പ്ലേറ്റിന്റെ ഇൻക്ലിനേഷൻ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അതർ പാരാമീറ്റേഴ്സ് ആർ ദ സെയിം. എന്ന് വെച്ചാൽ ജെറ്റിന്റെ വെലോസിറ്റി സെയിം v തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്രോസ് സെക്ഷൻ ഓഫ് ദ ജെറ്റ് ഈസ് a. The only additional parameter that comes here is theta. Assumption remain the same. എന്താണ് നമ്മൾ അസംപ്ഷൻ എന്ന് പറയുന്നത്? എപ്പോഴും ഓർത്ത് വെക്കുക എന്താണ്? We assume that there is the surface is very smooth so that there is no energy loss occur when the fluid flows over the flat plate. The losses ഉണ്ടാവില്ല എന്നുള്ള അസംപ്ഷനിലാണ് നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം. ഐഡിയൽ കേസസ് ആണ് നമ്മളെല്ലാം തന്നെ. ഇക്വേഷൻസ് എപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഐഡിയൽ കേസസ് ആണ്. പിന്നെ നമ്മൾ അതിന്റെ ആക്ച്വൽ കേസ് എന്ന് പറയുന്നത് ഈ ഐഡിയൽ കേസ് വെച്ച് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അതാണ് നമ്മൾ ഐഡിയൽ കേസസ് എപ്പോഴും സ്റ്റഡി ചെയ്യുന്നത്. ഫോർ കമ്പാരിസൺ വിത്ത് ദി ആക്ച്വൽ കേസ്. സോ യു ഡ്രോ ദിസ് ഫിഗർ, then we will derive the equation. ഫിഗർ വരച്ചു കഴിഞ്ഞവര് മെസ്സേജ് ബോക്സിൽ ഓക്കെ നടിക്കോ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഫിഗർ നോക്കുക നിങ്ങൾ. ഫിഗറിൽ ആക്ച്വലി ദ പ്ലേറ്റ് ഇസ് ഇൻക്ലൈൻഡ് ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദി ജെറ്റ് ബിഫോർ ഇമ്പാക്ട് ഈസ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പൊ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ എക്സ് ആയിട്ടും വെർട്ടിക്കൽ ഡയറക്ഷൻ വൈ ആയിട്ടും എടുക്കുവാണെങ്കിൽ, ഈ കേസിൽ നേരത്തെ പ്രീവിയസ് കേസിലാണെങ്കിൽ എന്തായിരുന്നു? എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ വെലോസിറ്റി വരുന്നത്, അതായത് ആഫ്റ്റർ ഇമ്പാക്ട്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ വെച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? വൺസ് ദി ഫ്ലൂയിഡ് സ്ട്രൈക്സ് ദ സർഫസ്, ഇറ്റ്
ഫ്ലോസ് along the surface. അല്ലേ? അതായത് ഈ ജെറ്റ് വന്ന് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ ചെയ്യുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ്, അതായത് ഈ ഫ്ലൈറ്റിന് പാരലൽ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സോ യു ക്യാൻ നൗ resolve this velocity vector v into two components. എങ്ങനെ? ഒന്ന് ഇതിന് പാരലൽ ആയിട്ട്, നമുക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. Or you can, in other words, we can say ഈ ഒരു കേസിൽ രണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ fx പറയാം, fy യും പറയാം. So now how will you get this component normal to the surface? നമുക്ക് ഈ പ്ലേറ്റിൽ നോർമൽ ആയിട്ട് എത്ര ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ അതിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഈ വെലോസിറ്റി വെക്ടറിനെ റിസോൾവ് ചെയ്യാം. When you resolve this v perpendicular to this plate, the component will be v sin theta. ഇതിനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നിങ്ങൾ റെസൊല്യൂഷൻ പഠിച്ചിട്ടുള്ളതാ ഫസ്റ്റ് ഇയറിൽ. ഒരു വെക്ടറിന്റെ റെസൊല്യൂഷൻ, രണ്ട് ഡയറക്ഷണൽ റെസൊല്യൂഷൻ പഠിച്ചിട്ടുള്ള ഈ ഇൻക്ലിനേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ you can resolve it into two components. അപ്പൊ നോർമൽ കമ്പോണന്റ്, അപ്പൊ ഈ അഡ്ജസന്റ് കമ്പോണന്റ് എന്തായിരിക്കും? v cos theta ആയും അതിന്റെ ഓപ്പോസിറ്റ് കമ്പോണന്റ് v sin theta ആയിട്ടും വരും. സോ ഹിയർ the normal component what we need now. അപ്പൊ v sin theta എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻകമിംഗ് ഇമ്പാക്ട് വെലോസിറ്റിയുടെ കമ്പോണന്റ് നോർമൽ ടു ദിസ് പ്ലേറ്റ്. അതാണ് v sin theta ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ തീറ്റ എടുത്തിരിക്കുന്നത് ഈ ഇൻക്ലിനേഷൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തീറ്റ is the inclination of this plate with the horizontal. Now നമ്മുടെ ഈ അസംപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ അസംപ്ഷൻ പ്രകാരം എന്താണ്? The velocity of the jet that will leave from these two ends will be same. കാരണം ലോസസ് ഇല്ല. എത്ര വെലോസിറ്റി ആണോ എന്ന് അടിക്കുന്നത് അതേ വെലോസിറ്റിയോടെയാണ് ഇത് ലീവ് ചെയ്യുന്നത്. And here in this figure I have marked Fn. Fn എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലേറ്റിന്റെ നോർമൽ ഡയറക്ഷനിൽ ഇത് എക്സെർട്ടഡ് ആവും. ഈ ഡയറക്ഷൻ എന്താണ്? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ എക്സെർട്ട് ആവുന്ന ഫോഴ്സ് ആണ് Fn. ആ Fnന്റെ കൂടാതെ Fx മാർക്ക് ചെയ്തിട്ടുണ്ട്. Fx എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്താലേ I can resolve it into two components. One component will be in the x direction and the second component will be in the y direction. ഇതിന് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷൻ രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് ഈ നോർമൽ ഫോഴ്സിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ സാർ മൈക്ക് പോയിന്റർ വിസിബിൾ ആവുന്നില്ല. ഹലോ സാർ, ഏതാണ് മൈക്ക് പോയിന്റ് വിസിബിൾ ആവുന്നില്ല. അപ്പൊ മനസ്സിലാകാൻ കുറച്ച് മൈക്ക് പോയിന്റ് മനസ്സിലായില്ല. ഒറ്റ മിനിറ്റ്. മൗസ് പോയിന്റർ ഓക്കെ. ഇപ്പൊ കാണാവോ? ഇപ്പൊ വിസിബിൾ ആവുന്നുണ്ട്. ഓക്കെ, അത് ഞാനത് ഫുൾ സ്ക്രീൻ മേലോട്ടിലാണ് ഇട്ടുകൊണ്ടായിരിക്കാം. ഇപ്പൊ മൂവ് ചെയ്യുന്നുണ്ടോ? ആ സാർ, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. വെലോസിറ്റി v ഇതാണ് ഇതിന്റെ ഇൻകമിംഗ് വെലോസിറ്റി. യു ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻടു കമ്പോണന്റ് v sin theta. v sin theta നമ്മൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിന് നോർമൽ ഡയറക്ഷനുള്ള ഫോഴ്സിന് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. Fn എന്ന് പറയുന്നത് എന്താണ്? ഈ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ജെറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോഴ്സ് റെസൊല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. Fന്റെ രണ്ട് കമ്പോണന്റ് എന്തായിരിക്കും? ഒന്ന് Fx ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ആവാം, ഡൗൺവേർഡ് ഡയറക്ഷൻ ആവാം. Fn എങ്ങനെ കാണാൻ പറ്റും? ഇവിടെ വേറൊരു കാര്യം കൂടി നോക്കുക. ഒന്നുകൂടെ എടുക്കുവാണ്. ഇവിടെ വേറെ കാര്യം കൂടെ നോക്കുക. ജെറ്റ് ഇമ്പാക്റ്റിന് ശേഷം ഇതിന്റെ ഫ്ലോ ഡയറക്ഷൻ എങ്ങനെയാണ്? പാരലൽ ആണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഇതിന് നോർമൽ ഫോഴ്സ് ആദ്യം കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇമ്പാക്ട് കഴിഞ്ഞിട്ട് ഇത് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഇതിന് പാരലൽ ആയിട്ട്. സോ ദാറ്റ് മീൻസ് ബിഫോർ ഇമ്പാക്ട് ദ വെലോസിറ്റി നോർമൽ ടു ദ പ്ലേറ്റ് ഈസ് v sin theta. v sin theta എന്ന് പറയുന്നത് എന്താണ്? ഇമ്പാക്റ്റിന് മുമ്പേ ഇതിന്റെ നോർമൽ ഡയറക്ഷൻ, നോർമൽ വെലോസിറ്റി
before impact. After the impact, what will be the velocity normal to the plate? Impact കഴിഞ്ഞിട്ട് പ്ലേറ്റിന്റെ നോർമൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി എന്താണ്? ഇമ്പാക്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ആഫ്റ്റർ ഇമ്പാക്ട് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ? പാരലൽ ആണ്. അപ്പൊ പിന്നെ വെലോസിറ്റി കമ്പോണന്റ് നോർമൽ കാണുമോ? ഇല്ല, സീറോ ആണ്. അതാ ഞാൻ പറഞ്ഞ ഇമ്പാക്ടിന് മുമ്പ് വെലോസിറ്റി കമ്പോണന്റ് നോർമൽ ടു ദ പ്ലേറ്റ് ഈസ് v sin theta. After impact, the flow direction is parallel to the plate. ഈ ഡയറക്ഷൻ ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതിന് നോർമൽ കമ്പോണന്റ് ഇല്ലല്ലോ. ഈ സൈൻ അപ്പൊ ആ കമ്പോണന്റ് ഇല്ല. അതാണ് നമ്മളിവിടെ F1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ്. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് നോർമൽ ടു ദ പ്ലേറ്റ് വിൽ ബി rho AV. Rho AV എന്ന് പറയുന്നത് എന്താണ്? മാസ് rho AV into v sin theta. V sin theta is the component normal to the plate before it. After impact, the velocity component is zero. കാരണം പാരലൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന നോർമൽ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല അതിന്. So what we have finally is F1 is rho AV square sin theta. അപ്പൊ ഈ F1 എന്ന് പറയുന്നത് എന്താണ്? This is the force exerted by the fluid jet normal to the flat plate. ഇനി ഈ ഫോഴ്സിന് നമുക്ക് വേണമെങ്കിൽ രണ്ട് കമ്പോണന്റ്. നമുക്ക് നേരത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, കാരണം വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ പ്ലേറ്റ് വെക്കുമ്പോൾ എക്സ് ഡയറക്ഷനിലെ ഫോഴ്സ് നോർമലും എക്സും സെയിം ആണ് അവിടെ, അല്ലെ? ഇത് പ്ലേറ്റ് നോർമൽ ഡയറക്ഷനിലാണ് നമ്മൾ വെർട്ടിക്കലി ആണ് നമ്മൾ ആ പ്ലേറ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സെയിം ആണ്, ഒരേ ഡയറക്ഷനിലാണ്. സോ ഹിയർ once you get the normal force, how will you get fx? Resolve ചെയ്യുക. റെസൊല്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ല? ഈ Fn കിട്ടിക്കഴിഞ്ഞാൽ fx എങ്ങനെയായിരിക്കും? What will be fx? ഈ ഫോഴ്സ് ആണ്. ഇപ്പൊ ഈ പ്ലേറ്റിന്റെ നോർമൽ ഡയറക്ഷനുള്ള ഈ ഫോഴ്സ് ആണ് നിങ്ങൾ ഇക്വേഷൻ എഴുതിയ റോ AV സ്ക്വയർ sin theta എന്ന് എഴുതിയിരിക്കുന്നത്. How will you get fx now? Sir, Fn 90 minus theta. Fn 90 minus. ഇതിനെ റിസോൾവ് ചെയ്താൽ മതി. ഈ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ റിസോൾവ് ചെയ്താൽ മതി. അതിന് ഈ ആംഗിൾ ഈ ഡയറക്ഷൻ ഇവിടെ അപ്പൊ എന്ത് വരും? Fn cos sin theta അല്ലേ? കറക്റ്റ്. Yes, sir. അപ്പൊ അതാണ് ഇവിടെ രണ്ടാമത്തെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. Fx is component of normal force in the direction of flow. The direction of flow is x direction. X directionലാണ് ജെറ്റ് വന്നുകൊണ്ടിരുന്നത്. So how will you get that? Fn into cos 90 minus theta sin theta, substitute here. So what we have finally is rho AV square sin square theta. അപ്പൊ ഈ Fx എന്ന് പറയുന്നത് എന്താണ്? The component in the direction of flow, അല്ലെങ്കിൽ component in the x direction. Similarly, you can get the component in y direction. എങ്ങനെ? ഇതിന്റെ രണ്ടാമത്തെ കമ്പോണന്റ് എടുത്താൽ മതി അല്ല? നമ്മളെ ഒരു ഫോഴ്സിനെ x ഡയറക്ഷൻ, മറ്റേ കമ്പോണന്റ് എന്തായിരിക്കും? ഇവിടെ കോസ് കമ്പോണന്റ് ആയിരുന്നു, ഇവിടെ സൈൻ കമ്പോണന്റ്. So Fn, so Fy is component of Fn perpendicular to the flow. പറയുന്നത് എന്തായിരിക്കും? Fn sin 90 minus theta. Sin 90 minus theta എന്ന് പറഞ്ഞാൽ cos theta തന്നെയാണ്. So what we have finally is rho. ഇവിടെ നോക്കിയാൽ ഈ ഇക്വേഷൻ Fn ഇക്വേഷൻ എടുത്ത് നോക്കിയാൽ Fn ഇക്വേഷൻ if you take theta equal to 90, theta equal to 90 വരുമ്പോൾ എന്തായിരിക്കും? Fന്റെ വാല്യൂ എന്താണ്? Rho AV. Rho AV square എന്താണ്? നമ്മൾ ഇന്നലെ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇൻക്ലൈൻഡ് പ്ലേറ്റിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ട് അതിൽ sin theta equal to theta equal to 90 ഇട്ട് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേറ്റ് ഇക്വേഷൻ ആയി. So you can write there. Adhe slide il illa. So you write when theta equal to 90,
The flat plate is vertical. So Fn equal to rho AB square sin 90 equal to rho AB square. Okay. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മെസ്സേജ് ഓക്കെ അടിക്കും. Okay. Now let us consider the next case. In the case, inclined plate. Suppose the plate is moving with velocity u. So you take down this diagram. This diagram. Next case, force exerted by the jet on a moving inclined flat plate. Assumption same ആണ്. We assume that there is no energy loss when the jet flows over the flat surface. അത് friction ഇല്ല, അവിടെ smooth surface ആണെന്നുള്ള assumption. And here the flat plate is moving with velocity u. The plate is inclined theta degree with the horizontal. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ കേസുമായിട്ട് ആകെ വ്യത്യാസം പ്ലേറ്റ് മൂവ് ചെയ്യുന്നു. വരച്ചു കഴിഞ്ഞെങ്കിൽ ടൈപ്പ് ഓക്കെ. ഇതിൽ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് the position after some, because the plate is moving, so after some time it will be reaching some other location. Dotted line കാണിച്ചിരിക്കുന്നത്. Okay, നിങ്ങൾ വരച്ചു കഴിഞ്ഞോ? Didn't get any message? Okay, okay. അപ്പോൾ ഇതിൽ as we said in the previous case, as I told in the yesterday's class, ഇവിടെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എടുക്കണം. എന്ന് വെച്ചാൽ ഇൻകമിംഗ് ജെറ്റിന്റെ വെലോസിറ്റി v ആണ്. At the same time the plate is also moving with velocity u. So the relative velocity will be v minus u. So the velocity with which the jet will be striking the surface will be v minus u. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. താഴെ എഴുതിയത് relative velocity is v minus u. ഇതാണ് ഇതിന്റെ വെലോസിറ്റി, actual velocity with which the jet will be reaching the surface of the plate. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? മാസ് ഫ്ലോ റേറ്റിന്റെ വാല്യൂ റോ ഇൻറ്റു എ, റോ എ ബി മൈനസ് യു. ഇത് സ്റ്റേഷനറി ആയിരുന്നെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി സർഫസിൽ വന്നേനെ. ബട്ട് if the plate is moving, the actual quantity that will be
reaching the surface will be rho A into V minus U. So we'll go to the next slide. So now you can find out നേരത്തെ പറഞ്ഞ അതേ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? We can now ഇവിടെ നോക്കുക actual velocity V minus U ആണെങ്കിൽ ഈ V minus U നമുക്ക് കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇത്രേ ഉള്ളൂ. നേരത്തെ ഉള്ള ഇക്വേഷൻ നോക്കുക അതുപോലെ തന്നെ ഇതൊക്കെയാണ്. V sin theta ആയിരുന്നു. സോ ദ കമ്പോണന്റ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ ഇതിനെ റിസോൾവ് ചെയ്യാം. ആക്ച്വൽ വെലോസിറ്റി V minus U ആണ് ആയിട്ട് പ്ലേറ്റിന് നോർമൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിലേറ്റീവ് വെലോസിറ്റിയെ നമ്മൾ റിസോൾവ് ചെയ്താൽ ബിഫോർ ഇമ്പാക്ട് ഇറ്റ് വിൽ ബി V minus U sin theta ആൻഡ് ആഫ്റ്റർ ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് ശേഷം എന്താണ്? ഇത് പാരലായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇതിനെ പാരലായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ നോർമൽ ഡയറക്ഷനിൽ വെലോസിറ്റി കമ്പോണന്റ് ഇല്ല ഇമ്പാക്ട് കഴിഞ്ഞിട്ട്. സോ ദാറ്റ് ഈസ് വൈ I have written here this is rho A into V minus U എന്നത് mass flow rate into V minus U sin theta minus 0 no impact. എന്തായി? rho A V minus U square into sin theta. Okay. ഇനി ഇതേ ഇക്വേഷനിൽ നിങ്ങൾ തീറ്റ you put theta as 90. theta 90 ഇട്ടാൽ എന്ത് കിട്ടും? What will be the force? When theta equal to 90, you write when theta equal to 90, F1 equal to rho A into V minus U square. അതല്ല ഇന്നലെ നമ്മൾ എഴുതിയ രണ്ടാമത്തെ ഇക്വേഷൻ. അതെ അതെ. വെർട്ടിക്കൽ പ്ലേറ്റിന്റെ മൂവിംഗ് ഡയറക്ഷനിൽ അല്ല മൂവിംഗ് ആയിട്ടുള്ള കേസിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ്. Now again, as we done in the previous slide, you can resolve this normal force into two components. F1 in a x direction, y direction. ഞാൻ പറഞ്ഞു x ഉം y ഉം രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. So the same equation you can use. Fx is Fn sin theta. ഉള്ളവർ തൊട്ട് മുമ്പുള്ള നോക്കുക. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് തന്നെ Fx is Fn sin theta, Fy is Fn cos theta. So that the same way we can resolve this force are into two directions. So Fx will be Fn sin theta, Fn is substitute here. So what will Fy will be Fn cos theta into Fn cos theta, which will be rho A V minus U square sin theta cos theta. Okay. അപ്പൊ ഇതില് ഈ കേസിലാണെങ്കിൽ നമ്മൾ എന്താണ് plate is moving, so you have quantified the force that is exerted by the jet. That force what you can calculate now is the power. നമ്മുടെ മൂവിംഗ് കേസ് ആണ്. ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം വർക്ക് ഡൺ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രമാത്രം പവർ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? യു മൾട്ടിപ്ലൈ ദ ഫോഴ്സ് ബൈ ദി ജെറ്റ് വെലോസിറ്റി, സോറി ഈ പ്ലേറ്റ് വെലോസിറ്റി. Now to find out the work done per second. Work done per second എന്ന് പറയുന്നത് എന്താണ്? What will be the work done per second? Power level. Hello? Power. Power days. Work done, right. Work done per second or power transmitted by the jet will be. ഇവിടെ നോക്കുക എടുത്തിരിക്കുന്ന Fx ആണ്, Fn അല്ല. എന്തുകൊണ്ടാ? ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എടുക്കണ്ടേ. വർക്ക് ഡൺ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനില? പ്ലേറ്റ് മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനില? എക്സ് ഡയറക്ഷനിലാണ്. സോ വാട്ട് വി ഹാവ് ടേക്കൺ ഹിയർ ഈസ് Fx നോട്ട് Fn. അത് ഓർക്കുക എപ്പോഴും. വെർട്ടിക്കൽ പ്ലേറ്റിന്റെ കേസിൽ നമുക്ക് വേറെ ഇക്വേഷൻ എടുക്കാനില്ല, കാരണം Fn Fx സെയിം ആയിരുന്നു. അവിടെ y ഡയറക്ഷനിൽ പോയിട്ടില്ല. Because the plate is velocity but force exerted is in the x direction only. ഇവിടെ ആണെങ്കിൽ Fx Fy രണ്ട് കമ്പോണന്റ് ഉണ്ട്. But for calculating work done, what we have taken is Fx into distance moved in the direction of x. So plate is moving in x direction. അതുകൊണ്ടാണ്. So
So fx into u. So fx you have this fx as rho a v minus u square sin square theta into u. So you can write this rho a v minus u. Work done മറ്റേതാണ് 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. Y directionൽ ഫോഴ്സ് ഉണ്ട് പക്ഷേ ഡിസ്റ്റൻസ് ഇല്ല. കാരണം y directionൽ അല്ല മൂവ് ചെയ്യുന്ന പ്ലേറ്റ്. X directionൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. Now once you calculated the work done or power transmitted, you can now calculate the efficiency of the transmission. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ ആ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ വെർട്ടിക്കൽ കേസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. So here in this case what we have is power transmitted divided by kinetic energy supplied by the jet per unit time. അപ്പോൾ ഇത് ന്യൂമറേറ്റർ ഇപ്പോൾ ഇത് ഈ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക rho a v minus u square u into sin square theta divided by താഴെ ഡിനോമിനേറ്ററിലെ half mv square. ഇവിടെ mv square കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത് നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മാസ്. അത് ആക്ച്വലി എന്താണ് ഈ മാസ് എന്ന് പറയുന്നത് റോ എ ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്നത് ഇതേല് സ്ട്രൈക്ക് ചെയ്യുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അതല്ല ഈ കാനറ്റിക് എനർജി ടോട്ടൽ കാനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന മാസ്. അപ്പോഴാണ് അതിന്റെ ടോട്ടൽ ആ ലോസിൽ നിന്ന് വരുന്ന ടോട്ടൽ എനർജിയാണ് നമുക്ക് അതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഹാഫ് റോ എ വി ഇൻറ്റു വി സ്ക്വയർ. So that you can reduce to ഇവിടെ വെട്ടികൾ cancel ചെയ്ത് കളയാം. Finally you have one equation for the vertical flat plane moving with velocity u. Theta 90 ഇടുക u 0 ഇടുക അല്ലേ not u 0. Okay right correct. Theta 90 ഇട്ട് കഴിഞ്ഞാൽ will be getting the equation for vertical flat plate. അതാണ് നിങ്ങൾ ഇന്നലെ എഴുതിയിട്ടുണ്ടാവുക. ഇത് പറഞ്ഞത് ഇത്രയും പറഞ്ഞ മനസ്സിലായോ? So you type okay then. Okay, now we move on to the another case. അപ്പോൾ ഇത് ഇപ്പൊ പറഞ്ഞ എല്ലാ കേസും 4 കേസ് ഞാൻ പറഞ്ഞത് എല്ലാം ഫ്ലാറ്റ് പ്ലേറ്റ്സ് ആണ്. Now let us consider the curved surfaces. ഫ്ലാറ്റ് അല്ല curved ആയിട്ടുള്ള പ്ലേറ്റ്സ്. അതിൽ തന്നെയുള്ള ഒരു കേസാണ് എന്താണ് സ്റ്റേഷനറി കേസ്. അത് നമ്മൾ ഇന്ന് നോക്കാം. So let us now consider the case force exerted by the jet on a stationary curved plate. And now I considered one sub case here, which is jet striking at the center of the plate. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമുക്ക് സാധാരണ കേസിൽ നമ്മളൊരു വെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ ആണ് ഇത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഫോഴ്സ്. ബട്ട് if the location is changed to the tip, ഇവിടെ സെന്ററിലാവാം അല്ലെങ്കിൽ ടിപ്പിലാണെങ്കിൽ എന്താണെന്നുള്ള ഈ രണ്ട് കേസും നമ്മൾ ഇന്ന് നോക്കാം. So you draw this figure. So we have a curved surface which is fixed here. രണ്ട് locations fix ചെയ്തത് stationary ആണ്. And the jet is striking the the surface at the center. The figure വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. ടോംസി തമ്പി അവിടെ പോയതാണ്. എപ്പോഴാണോ വന്ന് ജോയിൻ ചെയ്യുന്നത്?
ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു ഫ്ലാറ്റ് പ്ലേറ്റ് അല്ല, ഒരു കേർഡ് സർഫസ് ആണ്. ആൻഡ് ദി ലൊക്കേഷൻ വേർ ദ ജെറ്റ് സ്ട്രൈക്ക് ദ സർഫസ് ഈസ് ദ സെന്റർ. ഒരു കേർഡ് സർഫസിന്റെ സെന്ററിൽ അത് സ്ട്രൈക്ക് ചെയ്യുകയാണ്. And again, the velocity with which it strikes the center is v. And we assume the same assumption we are taking here also. And the surface of the plate is smooth. Absolute velocity at the tip. This two tippy kudiyana, alle. There is two tip undu. Ivadathe ee tipsilanadu velilotte povunnathu. Aa velocity v thaneyana. See, these two locations it will leave the plate. Ini aa leaving velocity you can split it into two directions. V vector v v sin theta എന്നും v cos theta എന്നുള്ള രണ്ട് കമ്പോണന്റ് ആയിട്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് കേർഡ് സർഫസ്. ഇത് സ്ട്രൈക്ക് ചെയ്യുന്ന എന്താണ് x ഡയറക്ഷനിൽ മാത്രമാണ്. Okay, so based on this we will now find out what will be the force exerted on the flat plate, on the curved surface. അപ്പോൾ ഇവിടെ നോക്കുക, മാസ് ഫ്ലോ റേറ്റ് എങ്ങനെ കാണുന്നത്? മാസ് ഫ്ലോ റേറ്റ് കാണുന്നത് സെയിം ഇക്വേഷൻ റോ എ ബി സ്ക്വയർ, ബിക്കോസ് ഫ്ലാറ്റ് പ്ലേറ്റ് സ്റ്റേഷനറി ആണ്. സോ ദ മാസ് ഫ്ലോ റേറ്റ് ഈസ് റോ എ ബി. ഇനി ഇവിടെ നോക്കിയ ഇവിടെ രണ്ട് കമ്പോണൻസ് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്, കാരണം ലീവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് എക്സും വൈ കമ്പോണന്റ് വെലോസിറ്റി ആയിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. So how will you calculate the force exerted in x direction? Force exerted in x direction will be mass flow rate. Why mass flow rate rho AB into എന്താണ് മൊമെന്റ് വെലോസിറ്റി ചേഞ്ച് v എന്ന് പറയുന്നത് v1x ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി in the direction of the jet, that is v. Final velocity in the direction of the jet എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നോക്കുക, ഇത് ലീവ് ചെയ്യുന്നത് x ഡയറക്ഷൻ വെലോസിറ്റി എന്താണ്? ലീവ് ചെയ്യുന്ന ഈ പോയിന്റില, അത് x ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് x ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്, ഈ കമ്പോണന്റ് കാണിച്ചിരിക്കുന്നത്. v cos theta ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതിന്റെ എക്സിറ്റിലുള്ള വെലോസിറ്റി. പ്ലേറ്റിന്റെ റോഡ് സർഫസിന്റെ എക്സിറ്റിലെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത് v cos theta ആണ്. അത് നെഗറ്റീവ് x ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് ഇവിടെ മാർക്ക് മൈനസ് v cos theta എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. So when you calculate force Fx, it will be rho AB into v minus v cos theta. Minus വരുന്നത് പ്ലസ് ആവും. So now you can take this v outside so that the Fx will be rho AB square into 1 plus cos theta. With that, screen stopper. സാറിന് കട്ടായടാ, സാറ് പോയി. എന്താടാ ചുമയുണ്ട്?
ഷിന്റെ സാർ അറിഞ്ഞിട്ടുണ്ടോ ലിഫ്റ്റ് ആയി പോയത്? പിന്നെ സാർ അറിയത്തില്ലേ? സാർ ഇപ്പൊ മെസ്സേജ് ഇടുമായിരിക്കും. ഇല്ലടാ, മറ്റേത് വെച്ച് പറഞ്ഞു പോവായിരിക്കും. കട്ടായി പോയതാ സാർ. സ്ലൈഡ് വെച്ചല്ലേ? ആടാ, സ്ലൈഡ് വെച്ച് പറഞ്ഞു പോവല്ലേ, അപ്പം അറിഞ്ഞു കാണത്തില്ല കട്ടായി പോയത്. അറിയാൻ വഴിയില്ല, പറയാൻ. ഹലോ ഹലോ, കേക്കാം സാർ. കേക്കാം സാർ. കേൾക്കാം സാർ. ഹലോ, കേൾക്കാവോ ഇപ്പൊ പറയുന്നത്? കേൾക്കാം സാർ. ഞാൻ എവിടെ വെച്ച ഔട്ടായിരുന്നല്ലോ അറിയാവോ പറയുന്നത്? എവിടെ വെച്ച ഏതാ അവസാനം? ഒന്നും പോയത്. ഹലോ, നല്ല എക്കോ അടിക്കണ്ട കേട്ടോ. ബ്രേക്ക് ആവുന്നു. എക്കോടെ പ്രശ്നം എന്ന് പറയുന്നത് ഞാന് മൊബൈൽ രണ്ട് മൊബൈലും ഇതും മറ്റേ ടൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലും ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഞാൻ എന്തോ അവസാനം പറഞ്ഞേ? നിങ്ങൾ കേട്ടത് എന്താ അവസാനം? എവിടെ വെച്ച ഫ്രണ്ടില് എക്സ്ഡയറക്ഷണൽ ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞോ? ഇല്ല, നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നേ എഫ് ഇക്വേഷൻ പറഞ്ഞോ? ഈ മൈനസ് റോ അത് പറഞ്ഞോ? ഞാൻ പറഞ്ഞു.
അല്ലടാ എന്റെ മൊബൈലില് ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട് സാർ. കേക്കാം. അപ്പൊ കേൾക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഹലോ സർ കട്ടായി ബ്രേക്ക് ആയി. അല്ല ഞാൻ എന്റെ 2 ഡിവൈസ് അതിൻ്റെ അകത്ത് കാണാം നിങ്ങൾക്ക് ഒരുപക്ഷെ. ഒന്ന് മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ മൊബൈലിലാണ് സംസാരിക്കുന്നത്. ലാപ്പ് അതിൽ നിന്ന് ലോഗൌട്ടായി. എനിക്കൊന്ന് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും ഇടയ്ക്ക് ബ്രേക്ക് ആയത്. ഒന്ന് ലോഗിനായി വീണ്ടും ലോഗൌട്ടായി, സ്ലോ ആയി. ഓക്കെ, അതർവൈസ് വിൽ കണ്ടിന്യൂ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് തുടങ്ങാം. നിങ്ങൾക്ക് അടുത്ത പീരീഡ് എന്താണ്? തെർമോഡൈനാമിക്സ്. 10:30 അല്ലേ? അതാരാ എടുക്കുന്നത്? മനുസാറൻ. സാറാണ്. സാറ് എടുത്തു തുടങ്ങിയോ ക്ലാസ് ഒക്കെ? ഇല്ല, ഇതുവരെ തുടങ്ങിയില്ല. തുടങ്ങിയിട്ടില്ല. ഇന്നുണ്ടോ ക്ലാസ്? അറിയാവോ? അറിയില്ല സാർ. പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, എനിവേ ഇത് ഇത്തിരി ട്രബിളാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യുന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. നല്ല ഞാൻ കണ്ടിന്യൂ ഉണ്ട് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കറോഡ് പ്ലേറ്റ് ഇന്ന് എടുത്തവരെയുള്ളത് നോക്കിക്കോളൂ നിങ്ങൾ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് കറങ്ങി തിരിയുന്നേ ഉള്ളൂ ഇവിടെ ഇരുന്ന്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഇപ്പോൾ വരാം. എടുത്തത് അങ്ങ് സബ്മിറ്റ് ചെയ്തോളൂ.